ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ സഹോദരിയുടെ ശ്രോതാക്കളായ എല്ലാ സഹോദരിമാർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങളെ ആസ്പദമാക്കി ഈ 6-ാം ദിവസവും ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വേദഭാഗത്ത് കാണുന്ന വേലക്കാരിയായ ഈ ചെറിയ പെൺകുട്ടിയുടെ ഒരു പ്രസ്താവനയിൽ നിന്നും അവളിലുണ്ടായിരുന്ന ചില നല്ല ഗുണങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയായിരുന്നല്ലോ. അവളുടെ പ്രസ്താവനയായ 3-ാം വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. രോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന പ്രയോഗം തന്നെയാണ് ഇന്നത്തെ ചിന്തയ്ക്കും നാം ആധാരമാക്കുന്നത്. നയമാന്റെ രോഗം മാറണമെന്നുള്ള അവളുടെ ആഗ്രഹമാണല്ലോ ഇതിലൂടെ പ്രകടമാകുന്നത്. തൻ്റെ യജമാനൻ രോഗിയായിരിക്കുന്നു എന്ന വിവരവും അതുകൊണ്ട് ആ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും തിരിച്ചറിയുവാനുള്ള പക്വത അവൾക്കുണ്ടായിരുന്നു. ഇത് നാം ചിന്തിച്ചതാണ്. തിരിച്ചറിയുക മാത്രമായിരുന്നില്ല, അവരോട് സഹതപിക്കാനും അവൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. ഈ പെൺകുട്ടിക്ക് സഹതാപം തോന്നി എന്ന് മാത്രമല്ല, അവൾ അവിടെ അത് വെറുമൊരു തോന്നൽ മാത്രമായിട്ട് അവശേഷിപ്പിക്കാതെ അവർക്ക് നന്മ ഉണ്ടാകുവാൻ വേണ്ടത് ചെയ്തു. സഹതാപം തോന്നുന്ന പോലെ തന്നെ എളുപ്പമുള്ള കാര്യമല്ല മറ്റുള്ളവർക്ക് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ആവശ്യമായിരിക്കുന്ന 2 കാര്യങ്ങളെപ്പറ്റി വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. കരയുന്നവരോടുകൂടി കരയാൻ സഹതാപം തോന്നിയാൽ മതി. എന്നാൽ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക എന്നുള്ളത് സഹതാപം കൊണ്ട് മാത്രം നടക്കില്ല. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സും കൂടെ വേണം. ഈ പെൺകുട്ടി നയമാന്റെ രോഗം മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നയമാന് ഒരു നന്മ വരണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആ കുടുംബം കടന്നുപോകുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരികയും അവർ വലിയ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. ആ കുടുംബത്തിൻ്റെ സ്ഥിതി ആകമാനം മാറും. നമുക്ക് സഹതാപം തോന്നുന്ന സാഹചര്യങ്ങളിലെല്ലാം വേണ്ടത് ചെയ്യുവാൻ നമുക്ക് സാധിക്കണമെന്നില്ല. തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖവും സന്തോഷവും അനുഭവിക്കാത്ത ആളുകളോട് സഹതാപം തോന്നുന്നവർക്ക് തന്നെ അവരുടെ സ്ഥിതി മാറി സുഖവും സൗകര്യവും അനുഭവിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം വിഷമിക്കുന്ന ആളുകളുമുണ്ട്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ സഹതപിക്കുവാൻ കഴിയുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കുവാനും നമുക്ക് കഴിയണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദുരിതം അനുഭവിക്കുന്നവരോട് എത്ര നാൾ വേണമെങ്കിലും സഹതാപം കാണിക്കാൻ നമുക്ക് സന്തോഷക്കുറവ് ഉണ്ടാവില്ല. എന്നാൽ അവരുടെ സ്ഥിതി മാറുന്നു എന്ന് കാണുമ്പോഴും നമുക്ക് സന്തോഷക്കുറവ് ഉണ്ടാവരുത്. സഹതാപം വെറും ഒരു തോന്നലായി മാത്രം അവശേഷിപ്പിക്കാതെ വേണ്ടത് ചെയ്യുവാനും കൂടി നമുക്ക് കഴിയണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് വേണം. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യമായിരിക്കുന്ന 2-ാമത്തെ കാര്യം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്കും കൂടി ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ തന്നെ 21-ാം വാക്യത്തില് പൗലോസ് സ്വന്തം കാര്യം നോക്കുന്നവരെ കുറിച്ചും അങ്ങനെയല്ലാതിരുന്ന തിമോത്തിയോസിനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മുടെ ധ്യാനചിന്തയ്ക്ക് പാത്രമായിരിക്കുന്ന ഈ ചെറിയ പെൺകുട്ടി സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചവളാണ്. യഹോവയുടെ പ്രവാചകനായിരിക്കുന്ന എലീശ നയമാനെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഇവൾക്ക് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതിനെക്കുറിച്ചല്ല അവൾ ചിന്തിച്ചത്. മറിച്ച് നയമാന് ഉണ്ടാകാൻ പോകുന്ന നന്മയെക്കുറിച്ചാണ് അവൾ ചിന്തിച്ചത്. ഒരു പക്ഷേ യഹോവയുടെ പ്രവാചകനെ കുറിച്ച് പറയുന്നതിലൂടെ അവൾ പരിഹസിക്കപ്പെടാനോ ഉപദ്രവിക്കപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ തനിക്ക് എന്ത് സംഭവിച്ചേക്കും എന്നുള്ളതിനേക്കാൾ നയമാന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണമെന്നാണ് ഈ പെൺകുട്ടി ചിന്തിച്ചത്.
അപ്പോഴത്തെ രാജാവായിരുന്ന യഹോരാമും തൻ്റെ പിതാവായ ആഹാബും തികച്ചും സ്വാർത്ഥരായിരുന്നു എന്ന് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പറഞ്ഞത് കേട്ട് നയമാൻ തൻ്റെ രാജാവായ ബെൻഹദദിനെ സമീപിക്കുകയും ബെൻഹദദ് ഒരു എഴുത്തും സമ്മാനങ്ങളുമായി നയമാനെ ഇസ്രായേൽ രാജാവായ യഹോരാമിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി പറഞ്ഞ വാക്കിൻ പ്രകാരം നയമാനെ സുഖമാക്കി വിടണം. അതിന് വേണ്ടത് ചെയ്യാനായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഇസ്രായേൽ രാജാവായ യഹോരാം തന്നെ ആശ്രയിച്ചു വന്ന വ്യക്തിയുടെ സ്ഥിതി മാറണമെന്നതിനേക്കാൾ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ തനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാളുടെ കുഷ്ഠം മാറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു കത്ത് കൊടുത്തുവിട്ടതിലൂടെ അരാം രാജാവ് വീണ്ടും യുദ്ധത്തിനൊരു കാരണം കണ്ടുപിടിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ തൻ്റെ രാജ്യത്വത്തിന് എന്താണ് സംഭവിക്കാനായിട്ട് പോവുക എന്ന കാര്യത്തെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു തനിക്ക്. അരാമ്യരുമായുള്ള യുദ്ധത്തിലാണ് തൻ്റെ പിതാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇത് പരിഹരിക്കാനായില്ലെങ്കിൽ ഒരു യുദ്ധവും അതേ തുടർന്ന് തൻ്റെ പിതാവിനെ പോലെ തനിക്കും ജീവൻ നഷ്ടപ്പെട്ടേക്കുമോ എന്ന സ്വാർത്ഥ ചിന്തയായിരുന്നു യഹോരാമനുണ്ടായിരുന്നത്. തൻ്റെ പിതാവായ ആഹാബ് രാജാവ് ചെയ്തതും ഇത് തന്നെയാണ്. അരാമ്യരോട് യുദ്ധം ചെയ്ത് ഗിലെയാദിലെ രാമോത്ത് തിരിച്ചു പിടിക്കുവാൻ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ സഹായം തേടി. യുദ്ധത്തിൽ തന്നെ സഹായിക്കുവാനായിട്ട് വന്ന യഹോശാഫാത്തിനോട് ആഹാബ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വേഷം മാറി യുദ്ധം ചെയ്യാം, നീ രാജവസ്ത്രം തന്നെ ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തോ. ആഹാബ് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. രാജവസ്ത്രത്തിൽ ആഹാബിനെ കണ്ടാൽ രാജാവാണെന്ന് തിരിച്ചറിഞ്ഞ് അരാമ്യർ കൊന്നുകളഞ്ഞേക്കുമെന്ന് താൻ മനസ്സിലാക്കി. എന്നാൽ താൻ വേഷം മാറിയാൽ അത് സംഭവിക്കുകയില്ല. മറിച്ച് തനിക്ക് പകരം രാജവസ്ത്രം ധരിച്ചിരിക്കുന്ന യഹോശഫാത്തിനെ കണ്ട് ഇസ്രായേൽ രാജാവാണെന്ന് കരുതി അവർ കൊല്ലുകയും ചെയ്യും. അങ്ങനെ യഹോശഫാത്തിന്റെ ജീവൻ നഷ്ടമായാലും വേണ്ടില്ല, തൻ്റെ ജീവൻ സംരക്ഷിക്കണമെന്നുള്ള സ്വാർത്ഥതയായിരുന്നു ആഹാബിനുണ്ടായിരുന്നത്. സ്വാർത്ഥനായ ഒരു പിതാവിൻ്റെ മകനായ യഹോരാമു സ്വാർത്ഥനായി മാറി. ജനത്തെ നയിക്കേണ്ട രാജാക്കന്മാർ തന്നെ മറ്റുള്ളവരുടെ ഗുണം നോക്കാതെ സ്വാർത്ഥരായിരുന്ന ഒരു കാലത്ത് ഈ പെൺകുട്ടി തൻ്റെ സ്വന്തം ഗുണത്തേക്കാൾ നയമാന്റെയും കുടുംബത്തിൻ്റെയും ഗുണം കാംക്ഷിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു ക്വാളിറ്റിയാണ്. യഹോരാം തൻ്റെ പിതാവിൽ നിന്ന് സ്വാർത്ഥത പഠിച്ചപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളിൽ നിന്നും മറ്റുള്ളവരുടെ നന്മ നോക്കുവാൻ പഠിച്ചു. പ്രിയ സഹോദരിമാരെ, ഈ പെൺകുട്ടി നിസ്വാർത്ഥമായി മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചതുപോലെ നമുക്കും സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരായി ജീവിപ്പാനും നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കാനും ദൈവം സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും മറ്റൊരു ക്രിസ്തീയ നന്മ നമുക്ക് ചിന്തിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.